നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം നമ്മുടെ മനസ്സിന് വേദന ഏൽക്കുന്നത് ഒഴിവാക്കാൻ എങ്ങനെയുള്ളവരെ സ്നേഹിക്കണം. ഈ കാര്യങ്ങൾ ഓർത്താൽ മാത്രം മതി. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങളിൽ നിന്നും അകന്നു മാറി നിങ്ങളോട് താല്പര്യമില്ലാതെ അവർ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം വേദനിക്കാൻ തുടങ്ങും. ഇതൊരു സത്യമാണ്. എന്നാൽ യാഥാർത്ഥ്യമായി തീരുന്ന മറ്റൊരു സത്യം കൂടിയുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ചിലർ നിങ്ങളെ ജീവിതത്തിലേക്ക് വളരെ താല്പര്യപൂർവ്വം കടന്നു വരും. ഇങ്ങനെയുള്ളവരെ നിങ്ങൾ ജീവിതത്തോട് അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ മറക്കണ്ട. ഇവരാണ് നിങ്ങളോട് ഹൃദയത്തിൽ ഏറ്റവും താല്പര്യമുള്ളവർ അല്ലെങ്കിൽ നിങ്ങളോട് വളരെ സ്നേഹമുള്ളവർ. ഇങ്ങനെയുള്ളവരുടെ അവസ്ഥ നിങ്ങൾ ഒരിക്കലും നോക്കരുത്. അവരുടെ ഹൃദയം മാത്രം നിങ്ങൾ നോക്കുക. നമ്മളോട് തിരിച്ച് സ്നേഹമുള്ളവരെ മാത്രം സ്നേഹിക്കുക. അങ്ങോട്ടത് ബാക്കി ആരെ സ്നേഹിച്ചു കഴിഞ്ഞാലും സമയം വേസ്റ്റ് ആയിത്തീരും. ഒരു പ്രയോജനവും അതുകൊണ്ട് ലഭിക്കില്ല. അതിൻ്റെ കൂടെ കുറെ വേദനകളും ലഭിക്കും. ഈ വേദന ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളോട് ഇങ്ങോട്ട് തിരിച്ച് സ്നേഹമുള്ളവരെ മാത്രം സ്നേഹിക്കുക. അതാണ് സ്നേഹബന്ധങ്ങളുടെ പ്ലസ് പോയിന്റ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങളൊരു മെസ്സേജ് അല്ലെങ്കിൽ ഫോൺ കോളൊക്കെ പ്രതീക്ഷിക്കും. പക്ഷേ അവർക്കതിനൊന്നും സമയമില്ല. നിങ്ങളെ ഒന്ന് ഓർക്കാൻ വരെ അവർക്ക് സമയമില്ല. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഇത്രയേ വില തരുന്നുള്ളൂ. അതാണ് ഇതിന് കാരണം. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്നും നിങ്ങളെ ഓർക്കും, എന്നും നിങ്ങളെ മൈൻഡ് ചെയ്യാൻ ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ശ്രമിക്കും. നിങ്ങളെ വിട്ടുപോകില്ല. അതാണ് സ്നേഹബന്ധങ്ങളുടെ അടിസ്ഥാനം. ഒരു സ്നേഹബന്ധം മുന്നോട്ടു പോകുന്നത് രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ഒന്നാകുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ അകന്നിരിക്കുക? എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് സ്നേഹബന്ധം എന്ന് പറയുന്നത്. മറ്റുള്ളവരൊക്കെ കാര്യം കാണാൻ വരുന്നവരാണ്, ചതിക്കാൻ വരുന്നവരാണ്. യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവർ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ ഹൃദയങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ വിട്ടുപോകാതെ ഉണ്ടായിരിക്കും. ഇതാണ് സ്നേഹബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ബന്ധം ഇല്ലെങ്കിൽ അത് വിജയിക്കുന്ന ബന്ധമല്ല, പരാജയപ്പെടാൻ പോകുന്ന ബന്ധമാണ്. ഒരിക്കൽ അത് തകരും. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ചിലർ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. അവർക്ക് നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ സമയമുണ്ട്, മെസ്സേജ് അയക്കാൻ സമയമുണ്ട്, നിങ്ങളെ അന്വേഷിക്കാൻ സമയമുണ്ട്, നിങ്ങളെ വിളിക്കാൻ സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് അവരെ ഇഷ്ടമുണ്ടാകില്ല. എങ്കിലും അവരിത് ഒക്കെ ചെയ്യും. പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചവരിൽ നിന്ന് ഇതൊന്നും ഒരിക്കലും ലഭിക്കുകയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അവരെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിച്ചാൽ അത് വിജയമായി തീരും, നമുക്ക് സന്തോഷമായി തീരും. നമുക്ക് വളരെയധികം സമാധാനം തരുന്ന കാര്യമാണ്, സ്വസ്ഥത തരുന്ന കാര്യമാണ്. നമ്മളെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ട് സ്വയം നീറി നടന്ന് അവസാനം തകരുന്നതിനേക്കാൾ നല്ലത് അവസാനം സ്നേഹിക്കുന്നവരുടെ കൂടെ ജീവിക്കുന്നതാണ്. അതാണ് ഭാഗ്യം, അതാണ് സന്തോഷം. അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർക്ക് നമ്മുടെ കൂടെ സമയം ചെലവഴിക്കാൻ ഒരുപാട് സമയമുണ്ടാകും. അവർക്ക് യാതൊരു ഡിമാൻഡും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്? അപ്പോൾ നമുക്ക് വില തരുന്നവരെ സ്നേഹിക്കുക. നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുക. അതാണ് വിജയം, അതാണ് നമ്മുടെ സന്തോഷം. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കാര്യമാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൊതുവായിട്ടുള്ള സ്നേഹത്തിൻ്റെ വശങ്ങൾ ഇങ്ങനെയാണ്. പൊതുവായിട്ടുള്ള സ്നേഹത്തിൻ്റെ വശങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം. അവർ തിരിച്ച്
ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട. അത് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് സ്നേഹം കിട്ടാൻ വേണ്ടിയല്ല, നമ്മുടെ മാനസിക വശം വെച്ചുള്ള സ്നേഹമാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം നമ്മൾ തിരിച്ചു സ്നേഹിക്കണം എന്ന് പറയുന്നത് വ്യക്തിബന്ധങ്ങളുടെ കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വേദനിക്കേണ്ടി വരും. അല്ലാതെ നിങ്ങളെ കൂടെ നടന്ന് നിങ്ങൾ പറ്റിക്കുന്നവരെ, സ്നേഹം അഭിനയിച്ച് കാര്യം കണ്ട് നടക്കുന്നവരെയും അതുപോലെ തന്നെ മാറി നിൽക്കുന്നവരെയോ ഒക്കെയും നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഇറക്കി വിടുക. ചതിക്കാൻ നടക്കുന്നവരെ ഒക്കെ ഒഴിവാക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ ശല്യമായി തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹം ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ അവരോടുള്ള സ്നേഹം കൂടി വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ അവർക്ക് നിങ്ങളോട് തിരിച്ച് സ്നേഹമില്ലാത്തതിനാൽ അത് അവർക്ക് ഒരു ശല്യമായി തോന്നാൻ സാധ്യതയുണ്ട്. മാക്സിമം ഇങ്ങനെയുള്ളവരെ നിങ്ങൾ ഹൃദയത്തിൽ നിന്നും ഒഴിവാക്കുക, മാറ്റി നിർത്തുക. നിങ്ങളുടെ മനസ്സ് ഫ്രീ ആക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുക. ഒരു സ്നേഹബന്ധത്തിൽ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തോടെ മുന്നോട്ടു പോകാൻ സാധിക്കും. അതുമൂലം സ്വസ്ഥതയും സമാധാനവും ലഭിക്കും. പിന്നീട് വേദനിക്കേണ്ടി വരില്ല.